السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف خلق الله وعلى آله وصحبه الفائزين برضا الله، ما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين الحمد لله رب العالمين. ആദരവുകൾ നിറഞ്ഞ ഈ വേദിയെ ധന്യമാക്കിയ സാദാത്തുക്കളെ, പണ്ഡിത സഹോദരന്മാരെ, ഈ മഹത്തായ മജ്ലിസിൽ സംബന്ധിച്ചിട്ടുള്ള ഈ സമ്മേളനം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും അറിയുന്നതുപോലെ അൽ അൻസാർ എന്ന നമ്മുടെ മഹത്തായ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രംഗത്ത് 30 വർഷം പിന്നിട്ടപ്പോൾ 30ാം വാർഷികം എല്ലാവരെയും ഒന്ന് അറിയിച്ച്, നാട്ടുകാരെ അറിയിച്ച്, നാടിനെ അറിയിച്ച് പുതിയ പദ്ധതികളുമായി നാം മുന്നോട്ട് വന്ന് അതിൻ്റെ സമാപനം കുറിക്കുകയാണ് ഇപ്പോൾ. അൽഹംദുലില്ലാഹ് 30ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഇതുപോലെയുള്ളൊരു സ്ഥാപനത്തിന് ചെയ്യാവുന്നതിൻ്റെ അപ്പുറത്തുള്ള വളരെയേറെ പ്രവർത്തനങ്ങൾ നടത്തി ഏറ്റവും അഭിമാനകരമായ രീതിയിൽ തന്നെയാണ് അൽഹംദുലില്ലാഹ് ഈ വാർഷിക പരിപാടികൾ ഇവിടെ സമാപിക്കാൻ പോകുന്നത്. അതിൽ വാക്കവാക്കായ, അതിൽ പങ്കാളികളായ, അതിനുവേണ്ടി എല്ലാ അർത്ഥത്തിലും പ്രവർത്തിച്ച, അതിനോട് എല്ലാത്തിലും സഹകരിച്ച എല്ലാവർക്കും അല്ലാഹുവിൻ്റെ വലിയ റഹ്മത്തും കൃപയുമൊക്കെ ഉണ്ടാകുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. അൽ അൻസാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നുക, നിങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ നിസ്കരിച്ചാൽ പോയി നമുക്ക് യോഗം നിർത്തിയേക്കേണ്ടി വരും. ഒരു ജമാഅത്ത് കഴിഞ്ഞിട്ട് വേറെ ജമാഅത്ത് ചെയ്താൽ പോരെ? നമ്മളെ സമ്മേളനം നിർത്തിയൊക്കെ നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ട്. ആദ്യം പോയി ടീം നിസ്കരിച്ചിന് വന്നിട്ട് പിന്നെ വേറെ ടീമിന് പോകാം. നിസ്കാരം നടക്കണം, സമ്മേളനവും നടക്കണം ഇൻഷാ അല്ലാഹ്. അൽ അൻസാർ എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആരും പറയാതെ നാവിൽ വരും ബാപ്പുസ്താദ് വരും. അതിന് മാത്രം അൽ അൻസാറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, ഒരിക്കലും മുറിഞ്ഞു പോകാത്ത, ഒരു സാഹചര്യത്തിലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബാപ്പുസ്താദ് എന്ന് അനുസ്മരിക്കാതെ നിർവാഹമില്ല. ഇവിടെ ഇപ്പോൾ ഈ 30ാം വാർഷികത്തിൻ്റെ ഭാഗമായി നടക്കുന്ന എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് ഇനിയും പറയാതെ പോകാൻ പറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ ഇവിടെ ബാപ്പുസ്താദിനെ സംബന്ധിച്ച്
ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിലൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വാപ്പ ഉസ്താദിനെ അനുസ്മരിക്കാതെ ഒരിക്കലും അൽ അൻസാറിൻ്റെ ഒരു പരിപാടികൾ അല്ലെങ്കിൽ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു പരിപാടി നമ്മുടെ പാണ്ടിക്കാട് പ്രദേശങ്ങളിൽ ഒരിക്കലും നടത്താൻ സാധിക്കുകയില്ല. അതിനു മാത്രം ഈ മണ്ണിനോടും ഇവിടെയുള്ള ജനങ്ങളോടും ജനഹൃദയങ്ങളിൽ അതിനു മാത്രം വേര് പിടിച്ചു നിൽക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട വാപ്പ ഉസ്താദ് എന്ന കാര്യം നമുക്കത് സ്മരിക്കേണ്ടി വരികയാണ്. 30 വർഷം മുമ്പ് ഇങ്ങനെ ഒരു സംരംഭത്തെ സംബന്ധിച്ച് ആലോചിക്കുന്ന ആ ഘട്ടത്തിൽ പാണ്ടിക്കാട് പഞ്ചായത്തിൻ്റെ ഒരു ശൂന്യമായ ഒരു കാലാവസ്ഥ, ശൂന്യമായ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രസ്ഥാനത്തിനായി ഒന്നും ചൂണ്ടിക്കാണിക്കപ്പെടാൻ സാധിക്കാത്ത ഒരു കാലാവസ്ഥ. ആ കാലാവസ്ഥയിൽ ഇതിന് ഒരു പര്യവസാനമുണ്ടാക്കണം, നമുക്കൊരു ആസ്ഥാന കേന്ദ്രമുണ്ടാക്കണമെന്ന് ചർച്ച ചെയ്യുന്ന ബാപ്പു ഉസ്താദ് നിർബന്ധപ്രകാരം ചേർന്ന ആ മീറ്റിങ്ങിൽ പോലും എനിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അന്ന് നടന്ന ചർച്ച മുതൽ ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ പരിപാടി വരെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഇടയ്ക്ക് നടന്നു വന്ന നാൾവഴികളെ സംബന്ധിച്ചും അതിൻ്റെ ഇടയ്ക്ക് കടന്നു വന്നിട്ടുള്ള ഇവിടെ നടന്നു പോയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുമൊക്കെ കുറേയൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് 30 വർഷം പിന്നിട്ടപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ബാപ്പു ഉസ്താദ് ലക്ഷ്യം വെച്ചതും നമ്മളെല്ലാവരും വളരെയേറെ ആഗ്രഹിച്ചതും നമ്മളൊക്കെ വല്ലാതെ ശ്രമിച്ചു വന്നതുമായിട്ടുള്ള ഒരു മഹത്തായ ദൗത്യം, ഒരു സംരംഭം ഇവിടെ വിജയകരമായി അത് നടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. അത് പറയുമ്പോൾ അന്ന് ഇതിനു വേണ്ടി വളരെയേറെ ത്യാഗം വരിച്ച ഒരുപാട് ആളുകൾ, അവരുടെ പേരൊക്കെ ഇവിടെ നേരത്തെ സ്വാഗതപ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനിയും ഇങ്ങനെ ആവർത്തിക്കുന്നില്ല, സമയം വൈകണ്ടല്ലോ. എല്ലാവർക്കും അറിയാവുന്ന ആളുകളാണ്. ഒരുപാട് ആളുകൾ അവരിന്ന് നമ്മുടെ കൂടെ ഇല്ല. ഇവരെല്ലാവരും ഇതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സഹിച്ച ത്യാഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒന്നും ഒരു അതിർത്തിയില്ല. ഇന്ന് കാണുന്നത് പോലെയുള്ള അനുകൂലമായ കാലാവസ്ഥയോ സാഹചര്യങ്ങളോ ഇല്ല, ഭൗതികമായ സാഹചര്യങ്ങൾ ഒന്നുമില്ല. സാമ്പത്തികമായി ശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു വന്നിട്ടുള്ളത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് അവരെക്കുറിച്ചൊക്കെ വല്ലാത്തൊരു മതിപ്പും ബഹുമാനമൊക്കെ കൂടി വരികയാണ്. ഇന്ന് കാലാവസ്ഥ മാറി, കാലം മാറി, തലമുറ തന്നെ മാറി, സാഹചര്യങ്ങളൊക്കെ മാറി. കുറെ കൂടി അഭിമാനകരമായ രീതിയിൽ ഇന്ന് നമുക്ക് എല്ലാവരുടെയും മുമ്പിൽ തുറന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന രീതിയിൽ അൽ അൻസാറിനെ ഇങ്ങനെയൊക്കെ കൊണ്ടുവരാനുള്ള വലിയ തൗഫീക്ക്, വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയെന്നത് വല്ലാത്തൊരു വസ്തുതയാണ്. അൽ അൻസാർ ഒരിക്കലും ഇവിടെ കാണുന്ന ഈ സ്ഥലം ഇത് വളരെ ചെറിയൊരു സ്ഥലമാണ്. ഇവിടെ വന്ന നേതാക്കന്മാർ പലരും ചോദിക്കാറുണ്ട്, ഇവിടെ ഇരിക്കുമ്പോൾ ചോദിക്കും എത്ര ഉണ്ട് ഇവിടെ സ്ഥലം, ചോദിക്കും സ്ഥലം എത്രയാണെന്ന് ചോദിക്കും. ഞാൻ സെൻറ്റ് പറയില്ല, ഞാൻ 4 ഏക്കറുണ്ട് എന്ന് പറയും. ഒരു ഏക്കർ എന്ന് പറയുമ്പോൾ ഒന്നാണ് വലുതായി കിട്ടുമല്ലോ. നമ്മൾ 25 ലക്ഷം എന്ന് പറയുന്നതും 1/4 കോടി എന്ന് പറയുന്നത് തമ്മിൽ വലിയ മാറ്റം ഉണ്ടല്ലോ. സംഖ്യ മാറില്ലെങ്കിലും പറയുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. അത്ര ചെറിയൊരു സ്ഥലമാണ്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിരന്തരമായ പ്രവർത്തനങ്ങൾ, തുടരെയുള്ള പ്രവർത്തനങ്ങൾ, ത്യാഗങ്ങൾ സഹിച്ച്, പ്രയാസങ്ങൾ സഹിച്ച്, കഷ്ടപ്പാടുകൾ സ്വീകരിച്ച് പ്രവർത്തിച്ചു വന്നപ്പോൾ അൽഹംദുലില്ലാഹ് ഭൂമി ഒരുപാട് ഇല്ലെങ്കിലും നമുക്ക് പ്രവർത്തനവുമായി ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം എല്ലാവർക്കും തുറന്ന് ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഈ ക്യാമ്പസിൽ മാത്രം ഒതുങ്ങിയ പ്രവർത്തനം കൊണ്ട് അല്ല അൻസാർ പോയത്. ഈ ക്യാമ്പസ് ഉൾക്കൊള്ളുന്ന നമ്മുടെ ഈ പ്രദേശങ്ങളെ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ടാണ് അൽ അൻസാർ പോയത്.
അത് പാണ്ടിക്കാട് മാത്രമല്ല, പാണ്ടിക്കാട് പഞ്ചായത്ത് മാത്രവുമല്ല, പരിസര പ്രദേശങ്ങളിലൊക്കെയുള്ള എല്ലായിടങ്ങളിലും നല്ലപോലെ സ്പർശിച്ചുകൊണ്ട്, ടച്ച് ചെയ്തുകൊണ്ട്, അവിടെയൊക്കെ നന്നായി ബന്ധപ്പെട്ടുകൊണ്ട്, അവിടെയുള്ള ആളുകളിൽ, കുടുംബങ്ങളിൽ, വ്യക്തികളിലൊക്കെ മഹത്തായ ദീനുൽ ഇസ്ലാമിൻ്റെ ആശയങ്ങളും സന്ദേശങ്ങളും ആദർശങ്ങളും അത് പകർന്നു കൊടുക്കാനും, മഹത്തായ ഒരു പ്രസ്ഥാനത്തിൻ്റെ ശരിയായ ആശയങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുവാനും വേണ്ടിയുള്ള നിരന്തരമായ നിതാന്തമായ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് പറയാതെ പോകേണ്ടതില്ല. ഈ ക്യാമ്പസിൽ മാത്രം ഒതുങ്ങിയിട്ടുള്ള ഒരു ദർസ് അല്ലെങ്കിൽ ഒരു ദേവാ കോളേജ്, ഒരു മദ്രസ എന്നതിൽ അല്ലാതെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രത്യേകിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലൂടെ തന്നെ ദീനുൽ ഇസ്ലാമിനെ അറിയാനും പഠിക്കാനും ഒക്കെ താല്പര്യമുള്ള ഒരു ജനവിഭാഗം പാണ്ടിക്കാട് പഞ്ചായത്തിനെ മൊത്തം പരിശോധിച്ചാൽ പാണ്ടിക്കാട് പഞ്ചായത്തിൽ എത്ര മഹല്ല് ജമാഅത്തുകളുണ്ടെന്നും ഓരോ മഹല്ല് ജമാഅത്തുകളിലും എത്ര കുടുംബങ്ങളുണ്ടെന്നും ആ ഓരോ കുടുംബങ്ങളിലും അൽ അൻസാറിൻ്റെ ടച്ച് ബന്ധം എങ്ങനെ ഉണ്ടെന്നും കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ടാണല്ലോ ഈ കുടുംബങ്ങൾ സ്ഥാപിച്ച ബോക്സുകളുണ്ട്, ചെറിയ ചെറിയ ബോക്സുകളുണ്ട്. ആ ബോക്സുകളിൽ നിക്ഷേപിക്കുന്ന സംഖ്യകൾ കൊണ്ടാണ് ഇവിടുത്തെ കുട്ടികളുടെ ഭക്ഷണത്തിൻ്റെ വലിയൊരു ഭാഗം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ. ആ ബോക്സ് നിക്ഷേപിക്കുന്ന സംഖ്യകൾ അത് അൽ അൻസാറിൽ തന്നെ ഉസ്താദുമാരും ബന്ധപ്പെട്ട ആളുകൾ നേരെ പോയി അത് കറക്ഷൻ നടത്തി പോകുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. അതിന് വേറെ ആരെങ്കിലുമൊക്കെ പറഞ്ഞയച്ച് കൂലിപ്പണിക്ക് ആളെ വിട്ടിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. ജനങ്ങളുമായി വളരെ ചേർന്ന് നിന്നുകൊണ്ട്, ജനങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, മുന്നിൽ ജനങ്ങൾക്കൊപ്പം മുന്നിൽ നിന്നുകൊണ്ട് നേരെ പ്രവർത്തിച്ചുകൊണ്ട്, അങ്ങനെയുള്ള ഒരു വർഷത്തിലെ 2 പ്രാവശ്യം റബീഉൽ അവ്വലിലും റമദാനിലുമായി 2 സമയങ്ങളിലായി ആ ബോക്സുകളിലുള്ള നിക്ഷേപങ്ങളൊക്കെ നമ്മൾ സമാഹരിച്ചെടുക്കും. അതിവിടുത്തെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഞാനത് പറയാൻ കാരണം, അത് സാധാരണഗതിയിൽ നമ്മുടെ മറ്റുള്ള സ്ഥാപനങ്ങളിലൊന്നും അതേ രീതിയിലുണ്ടാവുകയില്ല. ബോക്സൊക്കെ പലരും വെക്കാറുണ്ട്, പിരിവൊക്കെ നടക്കാറുണ്ട്, അത് ഒക്കെ റെഡിയാണ്. ഇത് ഒരു ബോക്സ് വെച്ച് അതിൻ്റെ സംഭാവന സ്വീകരിച്ച് നിക്ഷേപവുമായി മാത്രം പോരുന്ന ഒരു പരിപാടിയല്ല, മറിച്ച് ആ കുടുംബവും അൻസാറുമായിട്ടുള്ള ഒരു ഫാമിലി ബന്ധമാണ്. ആ കുടുംബം ഫാമിലി അംഗമാണ്. ആ കുടുംബത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളിലും അൽ അൻസാറിന് ബന്ധപ്പെടാൻ കഴിയുന്ന അത്രയൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെ നീറുന്ന പ്രശ്നങ്ങളിലൊക്കെ അൽ അൻസാർ ഭാഗവാക്കാകും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, ഞാൻ വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല. ആ രീതിയിൽ ഈ പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും മുസ്ലിം കുടുംബങ്ങളിലും മറ്റുള്ള വിവേചനം കൂടാതെ, മറ്റുള്ള വിഭാഗീയത കൂടാതെ ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ കൂടെ നിർത്തിക്കൊണ്ട് ഒന്നിച്ചു പോകുമ്പോൾ അതിന് വേറൊരു സുഖമുണ്ട്, അതിന് വല്ലാത്തൊരു ആനന്ദമുണ്ട്. നമ്മളിപ്പോൾ ആ ആനന്ദത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും ഉള്ളത്. ആരോടും പ്രത്യേകമായ വിദ്വേഷമോ ഏറ്റുമുട്ടലോ എതിർപ്പുകളോ ഒന്നും അൽ അൻസാർ പോകാതെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അതിമഹത്തായ സന്ദേശങ്ങൾ, ഇസ്ലാമിൻ്റെ അതിമഹത്തായ ആശയങ്ങൾ അത് ഈ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഈ ക്യാമ്പസിലും ക്യാമ്പസിൻ്റെ പുറത്തും മഹത്തായ ഇസ്ലാമിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചല്ലോ. ഒരു മനുഷ്യന് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുണ്യമുള്ള കാര്യം, അവൻ പറയാൻ പറ്റുന്ന ഏറ്റവും പുണ്യമുള്ള പറച്ചിലുകൾ, അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വഴിയിലേക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൈപിടിച്ചുയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഇന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഉള്ളത്, എല്ലാവർക്കും അറിയാമല്ലോ. അനുദിനം അള്ളാഹുവിൻ്റെ ദീൻ ഇന്ന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ തലമുറയിൽ, പുതിയ സമൂഹത്തിൽ ദീൻ അന്യമായി കൊണ്ടിരിക്കുന്നു. മതമെന്ന് പറയുന്നത് തന്നെ ആളുകൾക്ക് ഇന്ന് കേൾക്കാൻ താല്പര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അള്ളാഹു എന്നോ ദൈവമെന്നോ എന്ന് പറയാൻ ആർക്കും താല്പര്യമില്ല.
പ്രവാചകന്മാർ, പ്രത്യേകിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പേര് പോലും കേൾക്കാൻ പലർക്കും താല്പര്യമില്ല. അങ്ങനെ അള്ളാഹു പഠിപ്പിച്ചതും അള്ളാഹു നൽകിയതും നമ്മളൊക്കെ ഒരുപാട് നൂറ്റാണ്ടുകളായി കൈമാറി വന്നതുമായ വലിയ മഹത്തായ ആശയങ്ങളും സിദ്ധാന്തങ്ങളുമുണ്ട്. ഇസ്ലാം സിദ്ധാന്തങ്ങൾ, ഇസ്ലാം സുന്ദരമായ ആശയങ്ങളുണ്ട്. അതിൽ ഇലാഹിയായ ദൈവിക വിശ്വാസമുണ്ട്, ദൈവിക ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്, പ്രവാചകന്മാരുണ്ട്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള വിശ്വാസങ്ങളുമൊക്കെ ഉണ്ട്. അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ഈ ഭൂമിയിൽ മാന്യനാകാൻ സാധിക്കുക? അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാവിധ വിജ്ഞാനങ്ങളെയും എല്ലാവിധ അറിവുകളെയും, അതല്ലോ അൽ ഉലൂമുദ്ദീനിയ എന്ന് പറയുന്ന അറിവുകൾ, ആ അറിവുകളൊക്കെ അന്യമാക്കി പുറകോട്ട് മാറ്റിവെച്ചുകൊണ്ട് നിരീശ്വരത്വത്തിൻ്റെയും നിർമ്മതവാദത്തിൻ്റെയും മതനിഷേധത്തിൻ്റെയും ദൈവനിഷേധത്തിൻ്റെയും എല്ലാ നന്മകൾക്ക് നേരെയും കടുത്ത വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ സാമൂഹ്യ പശ്ചാത്തലം നമ്മുടെ മുമ്പിൽ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ടെന്ന കാര്യം തീർച്ചയാണല്ലോ. അവിടെ നമുക്ക് വലിയ ദൗത്യമുണ്ട്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് ദൗത്യമുണ്ട്. ഈ പ്രസ്ഥാനത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന നമുക്ക് എല്ലാവർക്കും വലിയ ദൗത്യമുണ്ട്. അത് ഏതെല്ലാം എതിർപ്പുകളും ഭീഷണികളും ഒക്കെ വരുന്ന കാലഘട്ടത്തിലും, ഏതെല്ലാം തരത്തിൽ വെല്ലുവിളി ഉയർന്നു വന്നാലും ആ സമയത്ത് മുഴുവനും മഹത്തായ ഇസ്ലാമിൻ്റെ ദൗത്യത്തെ, ഇസ്ലാം സന്ദേശങ്ങളെ ഈ തലമുറകൾക്ക് വളരെ ഭംഗിയായി നന്നായി പകർന്നു കൊടുത്തുകൊണ്ട്, സത്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് അവസാനം വരെ പോകേണ്ടതുണ്ട്. ദീനുൽ ഇസ്ലാമിൻ്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ. ദീനുൽ ഇസ്ലാമിൻ്റെ സവിശേഷത അങ്ങനെയാണല്ലോ. മറ്റെല്ലാ ദീനുകളാണെങ്കിലും, മറ്റെല്ലാ ആ ദീനിൻ്റെ പ്രവാചകന്മാരാണെങ്കിലും, ആ പ്രവാചകന്മാരൊക്കെ നിശ്ചിത കാലഘട്ടത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളാണ്. എല്ലാ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ റിസാലത്തിൻ്റെ കാലഘട്ടം പൂർത്തിയാക്കിയാൽ അവർ അങ്ങ് പോവുകയാണ്. ബഹുമാനിയായ നമ്മുടെ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥികൾ അവരുടെ യൂണിഫോം ധരിച്ച് ഈ വേദിയെ ധന്യമാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവരെയും വളരെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഏത് മതം പറയുമ്പോൾ ഏത് പ്രവാചകരാൽ ഇവിടെ പ്രബോധനം ചെയ്യപ്പെട്ട ദീനാണെങ്കിലും അത് ആ പ്രവാചകരുടെ കാലഘട്ടം കഴിയുമ്പോൾ അവസാനിക്കുകയാണ്. പിന്നെ ആ പ്രവാചകൻ റിസാലത്ത് നിലനിൽക്കുകയില്ലല്ലോ, ഇല്ല. എത്ര പ്രവാചകന്മാർ കടന്നുപോയി, ആ കടന്നുപോയ കാലഘട്ടത്തിൽ അവരുടെ വഫാത്തോടു കൂടി ആ റിസാലത്തും പോയിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ലല്ലോ. അവിടെയാണ് ഇസ്ലാമിൻ്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. അവിടെ ഭൗതിക ശരീരം ഇവിടെ നമ്മുടെ മുമ്പിൽ ഇല്ലെങ്കിൽ പോലും അവിടുത്തെ റിസാലത്ത് എങ്ങോട്ടും പോയിട്ടില്ല. അവിടുത്തെ പ്രവാചകത്വം എന്ന് പറയുന്ന നബൂവത്ത് എങ്ങോട്ടും പോയിട്ടില്ല. ലോകത്തിന് പ്രവാചകൻ ഇനി വരുന്നുമില്ല. ഖാത്തിമുൽ അംബിയ എങ്ങനെ നമ്മൾ വായിച്ചാലും പ്രവാചക ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന കാര്യം എല്ലാവർക്കും ബോധ്യമുണ്ട്. അപ്പോൾ പിന്നെ റസൂലുള്ളാഹിൻ്റെ വഫാത്തിന് ശേഷം ഇവിടെ ഈ ഭൂമി ലോകത്ത് മനുഷ്യന് അല്ലാഹുവിൻ്റെ സന്ദേശങ്ങൾ പകർന്നു കൊടുക്കാൻ പ്രവാചകന്മാർ വരുന്നില്ലെങ്കിൽ ആ ജനങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ സന്ദേശങ്ങൾ കൈമാറാൻ സാധിക്കുക? അത് ശൂന്യതയാവുകയില്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്, അവിടെ പ്രവാചകൻ പുതിയത് വരുന്നില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന ആ പ്രവാചകത്വം റിസാലത്ത് ലോകത്തിൻ്റെ അവസാനം വരെ നിലനിൽക്കുന്നെന്ന കാര്യം ഒരു യാഥാർത്ഥ്യമല്ലേ? എല്ലാവർക്കും ബോധ്യമുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ? തീർച്ചയായും. അപ്പം ആ റിസാലത്ത് നിലനിൽക്കുമ്പോൾ ലോകത്തിന് അവസാനം വരേക്കും ആ റിസാലത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിന് പ്രവാചകർ നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ പിന്നെ ആ റിസാലത്ത് നിലനിർത്തേണ്ടത് ആരായിരിക്കും? ആ പ്രവാചകരുടെ പിൻഗാമികളായിട്ടുള്ള ആളുകൾ, അവിടെ ഉലമാക്കൾ. അവിടെയാണ് ഉലമാവിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെയാണ് ഈ ഉമ്മത്ത് ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും, ഇസ്ലാം എന്ന് പറയുന്നത്, മുസ്ലിം സമുദായം എന്ന് പറയുന്നത്
മറ്റേതെങ്കിലും ഒരു ഉമ്മത്തിനെ പോലെ പറയാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പറയുന്ന ദീനിനെ സംബന്ധിച്ച് മറ്റൊരു ദീനിനെ പോലെ പറയാൻ സാധിക്കുകയില്ല. കാലഹരണമില്ലാത്ത, ലോകത്തിന് അവസാനം വരെ നിലനിൽക്കുന്ന, അജയ്യമായി നിലനിൽക്കുന്ന ദീനാണ് ദീനുൽ ഇസ്ലാം. മാത്രമല്ല, ദീനുൽ ഇസ്ലാമോടുകൂടി മനുഷ്യൻ്റെ സകലമാന ഭൗതികവും ആത്മീയവുമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി അള്ളാഹു നൽകിയതാണ് വിശുദ്ധ ഖുർആൻ. തീർച്ചയായും അങ്ങനെയാണ്. വിശുദ്ധ ഖുർആൻ അങ്ങനെയാണ്. മനുഷ്യൻ്റെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് വിശുദ്ധ ഖുർആൻ. കുറേ ആളുകൾക്ക് ഖുർആനെ സംബന്ധിച്ച് ഇപ്പോൾ സംശയങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അത് ഖുർആൻ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളാണ്. അത് ഖുർആനിൻ്റെ കുഴപ്പമല്ല. അപ്പോൾ ലോകാവസാനം വരെ വരുന്ന മനുഷ്യൻ്റെ എല്ലാവിധ കാര്യങ്ങൾക്കും പരിഹാരം ഖുർആനാണെന്ന് പറയുമ്പോൾ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, വിശുദ്ധ ഖുർആനെ കുറിച്ച് പറഞ്ഞില്ലേ? നിങ്ങളിലേക്ക് നമ്മൾ ഇറക്കിയിട്ടുള്ള ഗ്രന്ഥമുണ്ടല്ലോ ഖുർആൻ, അത് ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, എല്ലാ മനുഷ്യ വിഭാഗത്തെയും അവരെ അറിവുകേടിൻ്റെ അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് മാറ്റിയെടുത്ത് വിജ്ഞാനത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച അള്ളാഹു ഇറക്കിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതാണ് ദീനുൽ ഇസ്ലാമിൻ്റെ മൗലിക പ്രമാണം ഗ്രന്ഥം. അതാണ് അത് നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ അവസാനം വരെ വിശുദ്ധ ഖുർആനാണ് ദൈവിക ഗ്രന്ഥമായി നിലനിൽക്കുന്നത്. അതിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് നിലനിൽക്കുന്നത്. അതൊക്കെ കണക്കിലെടുത്തുകൊണ്ട് മഹത്തായ ദീനിൻ്റെ എല്ലാ പ്രാധാന്യവും, അതിൻ്റെ എല്ലാ മഹത്വവും, അതിൻ്റെ പ്രശസ്തിയും പ്രസക്തിയുമൊക്കെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വലിയ ബാധ്യതയും ഉത്തരവാദിത്തങ്ങളുമൊക്കെ നമ്മിലുണ്ട്. അതാണ് ഈ ഉമ്മത്തിൻ്റെ, ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ ഉത്തരവാദിത്തം മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗം ചേർന്നുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഈ ഗ്രാമത്തിൽ, നമ്മുടെ ഈ പ്രദേശത്ത്, നമ്മുടെ പരിമിതമായ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു മേഖലയിൽ നമ്മൾ ഈ പ്രവർത്തനം നടത്തിയിട്ട് ആ വലിയ ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മൾ. അത് വല്ലാത്തൊരു ഹിദമത്താണ്, വല്ലാത്തൊരു സേവനമാണ്. അത് നമ്മൾ മനസ്സാൽ ഏറ്റെടുത്ത് നെഞ്ചിലേറ്റി ഇതാണ് പരിശുദ്ധമായ ദീനെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ അപശബ്ദങ്ങൾ എവിടെ ഉണ്ടാക്കിയാലും അതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് മഹത്തായ ദീനുൽ ഇസ്ലാമിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വല്ലാത്തൊരു ദൗത്യ സംഘമാണ് അൽ അൻസാർ. അൽ അൻസാറുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്ന എല്ലാവരും, ഈ നാട്ടുകാരായ ആളുകളൊക്കെ പ്രത്യേകിച്ചും എല്ലാവരും അങ്ങനെയുള്ള ഒരു ദൗത്യ സംഘമാണ്. ഈ സംഘത്തിന് ഇനി സഞ്ചരിച്ചതിലേറെ കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കാനുണ്ട്. ആ സഞ്ചാരത്തിൽ നാം എല്ലാവരും കണ്ണികളായി ഉണ്ടാകണം. ഇനി 30 വർഷം വരുമ്പോഴേക്ക്, ഈ തലമുറ മാറി വരുമ്പോഴേക്ക്, ആ സഞ്ചാരത്തിൽ, ആ വിജയത്തിൻ്റെ യാത്രയിൽ നമ്മളെല്ലാവരും പങ്കാളികളാക്കണം. തീർച്ചയായും നമുക്ക് അത് വലിയ അനുഗ്രഹമുണ്ട്. അള്ളാഹു അനുഗ്രഹം നൽകുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവിടെ സഹകരിക്കുകയും സഹായിക്കുകയും ത്യാഗമരിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളെയും ഒഴിവാകാതെ എല്ലാവരെയും പ്രത്യേകം അനുസ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാം മതിയായ പ്രതിഫലം അള്ളാഹു നൽകുമാറാവട്ടെ. ഇപ്പോൾ അവരുടെ കൂടെ പിൻഗാമികളായി ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള വലിയ തൗഫീക്കും സ്വാഭാവികവും നമുക്ക് നൽകുമാറാവട്ടെ എന്ന് കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുകയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.